ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോട്ട് ഫ്രം യൂണിവേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് റീഡിങ്ങിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പലതരത്തിലുള്ള റീഡിങ് ഇടുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി, അതുപോലെ തന്നെ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം, അതുപോലെ അവർ ഫിനാൻഷ്യൽ ആയിട്ടുള്ളതാണെങ്കിലും കരിയർ വൈസ് ആയിട്ടാണെങ്കിലും നിങ്ങൾ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എനർജി, ഫ്യൂച്ചർ വൈസ്, സോ അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന റിഗ്രറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ഇന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഓക്കെ, ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചെറിയ വഴക്കിൻ്റെ പേരിൽ അങ്ങനെയൊക്കെ പോയിട്ടുള്ള റിലേഷൻ, അങ്ങനെ ഇഷ്യൂസിലുള്ള റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ ഇത് കാണാൻ നിൽക്കേണ്ട. ഇതൊരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വീഡിയോ ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിലവിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, നല്ല ഇഷ്യൂസിലാണ് എന്ന് തോന്നുന്ന ആൾക്കാർ മാത്രം ഈ വീഡിയോ കാണുക. ഓക്കെ, അങ്ങനെയുള്ളവർ മാത്രം കാണുക. അതല്ലാണ്ട് ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ഒരു തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ആണെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെയുള്ള വീഡിയോസ് കണ്ടിട്ട് ഇതിങ്ങനെ തന്നെ ആയിരിക്കും, അപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ അവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, സോ അതാണ് ഞാൻ ആദ്യമേ എടുത്തു പറഞ്ഞത്. നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. ഓക്കെ, സോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വലുതായിട്ട് വേറെ ഒന്നുമല്ല നോക്കുന്നത്. നമുക്ക് ഓരോ ദിവസം ഓരോ പാർട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക്, അതായത് എല്ലാ ദിവസവും ഓൾട്ടർനേറ്റീവ് ഓരോ പാർട്ടായിട്ട് നോക്കി പോവാം. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യം, നിങ്ങളുടെ ഒരു പേഴ്സണിന് ആ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫീലിങ്സ്, ഓക്കെ, തേർഡ് പാർട്ടിയോടുള്ള ഒരു ഫീലിങ്സ് നിലവിലൊരു എനർജി വെച്ചിട്ട് ഇപ്പോഴവിടെ എന്താണ് നടക്കുന്നത്, ഇപ്പോഴ് നിങ്ങളുടെ വ്യക്തിക്ക് അവരോടുള്ളൊരു ഫീലിങ്സ് എന്താണ് എന്ന് മാത്രമാണ് ഇവിടെ നോക്കുന്നത്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏഞ്ചൽ മെസ്സേജുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, സോ കാർഡ്സൊക്കെ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പേഴ്സൺ കറൻ്റ്ലി ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. സോ അത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തിക്ക്, ഞാനിപ്പോൾ കണ്ട കാര്യം ഞാൻ പറയും കേട്ടോ, അത് നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യുമോ അതെങ്ങനെയാണെന്ന് അങ്ങനെ ഞാൻ പറയുന്നില്ല. എനിക്ക് കണ്ടിട്ട് എന്താണ് റിയലായിട്ട് തോന്നിയത് ആ ഒരു കാര്യം ഞാൻ പറയുകയാണ്. സോ അത് നന്നായിട്ട് ഉൾക്കൊള്ളുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ എനർജി വെച്ച് ഞാൻ മുന്നോട്ടുള്ള കാര്യം പറഞ്ഞുതരാം. എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ, അവർക്ക് നിങ്ങളുടെ ഒരു പേഴ്സണിന് അട്രാക്ഷൻ ഉണ്ട്. അട്രാക്ഷൻ മാത്രമല്ല, അതിഭയങ്കരമായിട്ടുള്ള ഒരു പാഷനും നിങ്ങളുടെ ഒരു വ്യക്തിക്ക് ആ ഒരു പേഴ്സണിനോട്, ആ ഒരു തേർഡ് പാർട്ടിയോട് ഉണ്ട് എന്ന് എടുത്ത് കാണിക്കുന്നത്. ഓക്കെ, വെറുതെ ഒരു അട്രാക്ഷൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തോ ഒരു കൗതുകം തോന്നിയപ്പോൾ തുടങ്ങിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. പക്ഷെ അത് അവർ നിങ്ങളുടെ വ്യക്തി ഒരു ഭയങ്കര ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഗൗരവമായിട്ട് എടുത്തിട്ട് അത് സിൻസിയറായി ഒരു മാരേജിലേക്ക് കൊണ്ടെത്തിക്കണം എന്നുള്ളൊരാഗ്രഹം നിങ്ങളുടെ പേഴ്സണുണ്ട്. സോ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മൈൻഡ് മാത്രമാണ് നോക്കിയത്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു തേർഡ് പാർട്ടി വീഡിയോയിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഫീലിങ്സ് നിങ്ങളുടെ വ്യക്തിയോട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ ആദ്യം ചെറിയൊരു കൗതുകത്തിൻ്റെ പേരിൽ പോയതായിരിക്കും. പിന്നെ അതിഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷനും പാഷനും ഒക്കെ തോന്നിയിട്ട് ഇപ്പോൾ അവർക്കത് മാരേജിൽ കൊണ്ടെത്തിക്കണം എന്ന് അതിഭയങ്കരമായിട്ടുള്ള ഒരാഗ്രഹം കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഈ നിങ്ങളുടെ ഒരു വ്യക്തിക്ക് തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും അറിയത്തില്ല. അവരുടെ ക്യാരക്ടർ എങ്ങനെയാണ്, അവരുടെ ഒരു ബിഹേവിയർ എങ്ങനെയാണ്, ഈ ഒരു പേഴ്സൺ ലൈഫിൽ കൊണ്ടുവന്നത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെയായിരിക്കും എന്നൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് അറിയത്തില്ല. അവർ അതിന് മുന്നേ തന്നെ എന്തോ അവരുടെ മേ ബി എന്തെങ്കിലുമൊക്കെ ഒരു സംസാരമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരുടെ ഒരു ഇത് കാണുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു കാഴ്ചയിലായിക്കോട്ടെ, തുടർന്നുള്ള കുറച്ച് സംസാരത്തിലായിക്കോട്ടെ, നിങ്ങളുടെ ഒരു പേഴ്സണിന് ഈ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കണം, കൂടെ വേണം എന്നുള്ളൊരാഗ്രഹം വരെ തോന്നുന്നു എന്നൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷെ ചില സമയത്ത്, വളരെ റെയറായിട്ടുള്ള സമയത്ത്, ചില കാര്യങ്ങൾ അവരുടെ ഇടയിൽ ടോക്കിംഗ് വരുന്ന സമയത്ത് അവർ നിങ്ങളെയും അവരെയും വെച്ച് ഇങ്ങനെ എന്താ പറയുക, കമ്പയർ ചെയ്ത് നോക്കാറുണ്ട്. അതായത് മേ ബി ഈ ഒരു കാര്യത്തിൽ നിങ്ങളായിരുന്നല്ലോ ബെറ്റർ, അതായത് വീഡിയോ കാണുന്ന നിങ്ങളായിരുന്നല്ലോ ഈ കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ളത്, അവരങ്ങനെയല്ലല്ലോ എന്ന് അവരിങ്ങനെ ജഡ്ജ് ചെയ്യാറുണ്ട്. ഓക്കെ, അതർവൈസ് വേറൊന്നുമില്ല, അവർ ജഡ്ജ് ചെയ്യാറുണ്ട്, അത്രേ ഉള്ളൂ. ആ ഒരു ഇത് മാത്രമാണ് അവർ നിങ്ങളിൽ നിലവിലുള്ള ഒരു ഇത് വെച്ച് അവർ ചിന്തിക്കുന്നത്. ഓക്കെ,
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് പൂർണ്ണമായിട്ട് ഈ ഒരു വ്യക്തി അറിയത്തില്ല, തേർഡ് പാർട്ടി എങ്ങനെയാണ് എന്നുള്ളൊരു ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല. അവർ ഏതൊരു മായാലോകത്ത് ഇങ്ങനെ സ്നേഹിച്ച് എനിക്കൊരു പേഴ്സൺ ആണ്, ഈ പേഴ്സൺ എന്തുകൊണ്ട് കുറച്ചും കൂടെ നേരത്തെ എൻ്റെ ലൈഫിൽ വന്നില്ല എന്നൊക്കെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അവർ തമ്മിൽ കുറച്ച് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസം വരുന്ന സമയത്ത്, ചില ടോക്കിംഗ് ഒക്കെ വരുന്ന സമയത്താണ് നിങ്ങളെ വെച്ച് അവരിങ്ങനെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോഴും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പഠിച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഈ ഒരു പേഴ്സൺ ആണെങ്കിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു പേഴ്സൺ എങ്ങനെയാണ് മുന്നോട്ട് പോകുമ്പോഴെങ്ങനെയാണ്. പിന്നെ വേറൊരു കാര്യം ഇങ്ങനെ ഫ്യൂച്ചർ വൈസ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും അവരങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഏതോ റിലേഷൻഷിപ്പിലായാലും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ, സംസാരം എല്ലാം കാണുമല്ലോ, സ്വാഭാവികമാണ് അല്ലെ. പക്ഷെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള റിയലൈസേഷൻ ഈ ഒരു വ്യക്തിക്ക് വരും എന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഫ്യൂച്ചർ ഹിന്റ് ആണ് ഞാൻ പറഞ്ഞത്. എന്താണ് ശരി, അതാണ് ഇവിടെ ഒരു കാർഡ് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. എന്താണ് ശരി തെറ്റെന്നുള്ളത് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതിൽ നിന്ന് അവരൊരു ഡിസിഷൻ എടുക്കും. ഓക്കെ, അതിൽ നിന്ന് അവർ ഡിസിഷൻ എടുക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അത് എന്താണ് എന്ന് പറയുന്നില്ല. ഓക്കെ, സോ ഇപ്പോഴത്തെ എനർജി വെച്ചിട്ട് ഇവർക്ക് ഈ ഒരു പേഴ്സണെ വേണം എന്ന് തന്നെയാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ജഗ്ലിംഗ് സിറ്റുവേഷൻ, നിങ്ങളായിരുന്നോ ബെറ്റർ, അവരായിരുന്നോ, ചില കാര്യത്തിലൊക്കെ നിങ്ങൾ ഓക്കെ അല്ലേ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് പക്ക നിങ്ങളടുത്തല്ല, ഈ ഒരു പേഴ്സണ് ആ ഒരു വ്യക്തിയോടുള്ള ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഞാൻ അതാ പറഞ്ഞ ജസ്റ്റ് അവരുടെ ഒരു ഫീലിങ്സ് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. പക്ഷെ കൂടുതൽ എനിക്ക് ട്രിഗർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതൊക്കെ ടോട്ടൽ ഓവറോൾ നോക്കിയപ്പോൾ തോന്നിയതും ഈ ഒരു കാർഡ്സിൽ കാണുന്നെങ്കിൽ പോലും ഇവർക്ക് എന്തൊക്കെ കാര്യമായിട്ട് വരാനിരിപ്പുണ്ട് ഇവരുടെ ലൈഫിൽ, എന്തൊക്കെ ലെസണും കാര്യങ്ങളൊക്കെ. കാരണം എന്തോ ഒരു കൗതുകത്തിന്റെ പേരിൽ നിങ്ങളെ കാണാനിട്ട് നിങ്ങളുടെ വിഷമം പോലും വകവയ്ക്കാതെ അവർ പോയതാണ്. സോ ഈ ഒരു തേർഡ് പാർട്ടി അവരുടെ ലൈഫിലേക്ക് വന്നത് ഇവരുടെ ലൈഫിൽ എന്തൊക്കെ ലെസൺ ഇവർ പഠിക്കാനുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കാമായിട്ട് നിൽക്കുക, കുറച്ചൊന്ന് പേഷ്യൻസ് ആയിട്ടിരിക്കുക, നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളിപ്പോൾ എന്താണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു പേഴ്സൺ വളരെ പെട്ടെന്നൊന്നും ഞാൻ പറയത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട്, കാരണം അവർക്ക് കുറച്ച് കാര്യങ്ങൾ ലെസൺസ് അവരുടെ ലൈഫിൽ കിട്ടാനുണ്ട്, അത് കാണിക്കുന്നുണ്ട്. അത് ഇവർക്ക് മിക്കവാറും കിട്ടാൻ പോകുന്നത് ഒരു തേർഡ് പാർട്ടിയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു നിന്നപ്പോൾ അവർക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ റിയലൈസ് ചെയ്ത് കാണുമായിരിക്കും, ഇതിലേക്ക് മുന്നോട്ട് കാണും എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നിലവിൽ ഇതാണ് ഇവരുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് കാണാൻ ശ്രമിക്കുക. പക്ഷേ ഇവർ എടുത്തടിച്ചതുപോലെ ഇന്ന് കല്യാണം നാളെ കല്യാണം എല്ലാം ഉറപ്പിച്ച് വയ്ക്കുക എന്നുള്ളൊരിതില്ല. നിങ്ങളുടെ പേഴ്സണിന് ആഗ്രഹമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തന്നെ എനിക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് അവർ ഡേ ബൈ ഡേ ഈ ഒരു വ്യക്തി അനലൈസ് ചെയ്യുന്നുണ്ട്, സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലുണ്ട്. കുറച്ച് പൊരുത്തക്കേടുകളും പ്രശ്നമുണ്ട് സ്വാഭാവികമായിട്ടുള്ളത്. അത് നിങ്ങളുടെ പേഴ്സൺ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ ഈ പൊരുത്തക്കേടുകൾ സ്വാഭാവികമായിട്ട് വരുന്നത് ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എനിക്കൊരു ഇൻറ്റ്യൂഷനിൽ അല്ലെങ്കിൽ മൈൻഡിൽ വന്നു പോകുന്നൊരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിച്ചിട്ടിരുന്നില്ല. നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ചെറുതായിട്ട് അറിയാൻ സാധ്യതയുണ്ട്. അപ്പം മേ ബി നിങ്ങൾക്ക് അറിയാനുള്ളൊരു വ്യക്തി തന്നെ ആയിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾറെഡി അറിയായിരുന്നു. സോ ആ ഒരു വ്യക്തി, ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഓക്കെ, അവർ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ മാനിഫെസ്റ്റേഷൻ പോലെ തന്നെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി മുന്നോട്ടുള്ളത് എങ്ങനെയാണെന്നും ആ ഒരു തേർഡ് പാർട്ടിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോസിൽ നമുക്ക് ഇത് നോക്കാം. തേർഡ് പാർട്ടിയുടെ മൈൻഡിൽ എന്താണ്, നിങ്ങളുടെ പേഴ്സണൽ അടുത്തുള്ളൊരു ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്നതിൽ നമുക്ക് ഇതുപോലെ ഫ്യൂച്ചറൊക്കെ നോക്കാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു മെസ്സേജ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഏഞ്ചൽ കാർഡും കൂടെ നോക്കാം. ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന്. ഈ ഏഞ്ചൽ മെസ്സേജ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഏഞ്ചൽ മെസ്സേജ് നിങ്ങളോട് എന്താണ് ഏഞ്ചൽസിന് പറയാനുള്ളത് നോക്കാം. എന്താണ് ഏഞ്ചൽ മെസ്സേജ്? ഓക്കെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുക. ഇൻറ്റ്യൂഷൻസ് ഒന്നും ബ്ലോക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ വരുന്നതിനൊന്നും മൈൻഡ് ചെയ്യാണ്ടിരിക്കരുത്. നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്.
ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നിങ്ങളെ പാമ്പർ ചെയ്ത് പറയുന്നതൊന്നും പറ്റില്ല. എന്താണോ ഇതിൽ കാണുന്ന കാര്യം അതിനെ റിയലായിട്ട് പറഞ്ഞത്. സോ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് തോന്നുന്നുണ്ട് റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ടല്ലേ, എന്തൊക്കെയോ സംഭവം ഒരുപാട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊരു ബിഗിനിങ് പോലെ എനിക്ക് തോന്നുന്നത്. സോ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ മാറും കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ നിൽക്കുന്ന സിറ്റുവേഷൻ ഭയങ്കര പാടാണ്, ഭയങ്കര ഡാർക്കായിട്ടാണ് നിൽക്കുന്നത്, എനിക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അല്ലോ, ഇത് നിങ്ങൾക്കുള്ള കാർഡാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവങ്ങളും ഹാപ്പിനെസ്സും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ ഭയങ്കര ഡാർക്കാണ്, ഭയങ്കര പ്രശ്നമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതൊക്കെ മാറുന്നതായിട്ടും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇപ്പം നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാർഡ് ഇൻറ്റ്യൂഷനാണ് കേട്ടോ. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. ഇൻറ്റ്യൂഷനൊന്നും നിസ്സാരമായിട്ട് കാണരുതുന്നുണ്ട്. സോ മുന്നോട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി റീഡിങ് ഓരോന്നായിട്ട് ആ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ഫ്യൂച്ചർ എന്താണെന്ന് അറിയുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടുന്നത്. ഓക്കെ, സോ ഇതിൽ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അതാണ് ഈ ഹാപ്പി ചേഞ്ചസ്, റൊമാൻസ് ഒക്കെ വരുന്നത്. അതെന്താണ് നമുക്ക് അടുത്ത റീഡിങ്സിലൂടെ പോകുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.